നമസ്കാരം. ഞങ്ങൾ സർവീസിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ഈ പഠനത്തെ അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ തുടങ്ങട്ടെ. കോവിഡ് കാലത്ത് കുട്ടികൾ നേരിട്ട മാനസിക പ്രയാസങ്ങളിൽ നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തുന്നത് എങ്ങനെ? ഇതാണ് ഞങ്ങളുടെ വിഷയം. ഞങ്ങളുടെ ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ: കോവിഡ് കാലത്ത് കുട്ടികൾ നേരിട്ട ശാരീരിക മാനസിക പ്രയാസങ്ങളിൽ കുറിച്ച് പഠിക്കുക. ഈ പ്രയാസങ്ങളിൽ നിന്ന് അവരെ മോചിതനാക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി നിർദ്ദേശിക്കുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 41 കോടി രോഗികളാണ് ഇന്ന് ഈ ഭൂമിയിൽ കോവിഡ് ബാധിതരായിട്ടുള്ളത്. 51 ലക്ഷം മരണം ഇതുവരെ റിപ്പോർട്ടും ചെയ്തു. ലോകജനതയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ മഹാമാരിയാണ് കൊറോണ. മുതിർന്നവരെ പോലെ ഇത് കുട്ടികളെയും വളരെയധികം ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ സ്കൂളിൽ നടത്തിയ സ്കൂൾ സർവേ ആണ്. കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുന്നത് ഇഷ്ടമായിരുന്നു. 95% കുട്ടികളും ഇഷ്ടമല്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊബൈൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് എന്തിലാണ്? 50% കുട്ടികളും സോഷ്യൽ മീഡിയയിലും ഗെയിംസിലുമാണ് സമയം ചിലവഴിച്ചത്. സ്കൂൾ തുറക്കുമ്പോൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ: സ്പോർട്സ്, ഗെയിംസ്, കലാപരിപാടികൾ, മ്യൂസിക്, ചിത്രരചന, വായന ഇവയെല്ലാം. 43% കുട്ടികളും ഇവയെല്ലാം ആഗ്രഹിച്ചിരിക്കുന്നു. കോവിഡ് കാലത്ത് സ്കൂളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ മാനസിക പ്രയാസം: കൂട്ടുകാരോടൊപ്പം കളിക്കാൻ സാധിച്ചില്ല, സ്കൂളിൽ പോയി പഠിക്കാൻ സാധിച്ചില്ല, അധ്യാപകരെ കാണാൻ സാധിച്ചില്ല. ഇവയെല്ലാം 56% കുട്ടികളും ഇവയെല്ലാം നേരിട്ടവരാണ്. കോവിഡ് കാലത്ത് നിങ്ങൾ സ്വഭാവത്തിൽ ഉണ്ടാക്കിയെന്ന് തോന്നുന്നത് ഏത്? അമിതമായ ദേഷ്യം, നിരാശ, സങ്കടം, പിടിവാശി, ആശങ്ക, ഒറ്റപ്പെടൽ ഇവയെല്ലാം. 25% കുട്ടികളും ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളവരാണ്. രക്ഷിതാക്കൾ സാമ്പത്തിക പ്രയാസം നിങ്ങളെ ബാധിച്ചിരുന്നു. 70% കുട്ടികൾക്കും വളരെയധികം ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന സർവ്വഫലങ്ങൾ കണ്ടുവല്ലോ. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ സർവ്വഫലങ്ങൾ വിരൽ ചൂടുന്നത് എന്തിലേക്കാണ്? എൽദോ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നമ്മുടെ കുട്ടികൾ ഈ കോവിഡ് കാലത്ത് എന്തൊക്കെ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളാണ് അനുഭവിച്ചിട്ടുള്ളത്? അവരെ കൈപിടിച്ചുയർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അതിനായി ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ആലോചിച്ച് കണ്ടെത്തിയ ചില ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. വിദ്യാലയം ഉല്ലാസഭരിതമായ ഒരു അനുഭവമായി കുട്ടികൾക്ക് മാറണം. കലാകായിക രംഗത്തെ പ്രവർത്തനങ്ങൾ സജീവമാക്കലാണ് ഇതിനുള്ള മാർഗം. അതിനായി സംഗീതം, നൃത്തം, ചിത്രരചന പോലുള്ളവ നമുക്കവരെ പരിശീലിപ്പിക്കാം. അതുപോലെ തന്നെ നെറ്റ്ബോൾ, ഷട്ടിൽ ബാറ്റ്, ജിംനേഷ്യം തുടങ്ങിയവ നമുക്കവരെ പരിശീലിപ്പിക്കാം. ഭിന്നശേഷിക്കാരായ കൂട്ടുകാർക്ക് കൂടി പങ്കെടുക്കാവുന്ന പ്രവർത്തനങ്ങൾ: ചെസ്, പാമ്പ് കോടിയം, ക്യാരം ബോർഡ് തുടങ്ങിയവ. ഗോത്രവിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രത്യേകമായി പങ്കെടുക്കാവുന്ന പ്രവർത്തനങ്ങൾ: ഗോത്രകലങ്ങൾ, തനതു പകർന്ന സംഗീതങ്ങൾ, അമ്പെയ്ത്ത്, നാടൻ പാട്ടുകൾ തുടങ്ങിയവ. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം ഇട്ടുതരാം. വിദ്യാലയത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെ സാധ്യമാക്കാം? അതിനായി വിദ്യാലയ കലാകായിക സമിതി രൂപീകരിക്കണം. സമിതിയിലെ അംഗങ്ങൾ കലാകായിക അധ്യാപകർ, PTA അംഗങ്ങൾ, മുനിസിപ്പാലിറ്റി പ്രതിനിധികൾ, പ്രദേശത്തെ കലാകായിക പ്രതിഭകൾ. സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ കലാകായിക പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കണം. ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലും കലാകായിക സാധ്യതകൾ കണ്ടെത്തി നടപ്പിലാക്കണം. പ്രതിഭകളായിരുന്നിട്ടും സാമ്പത്തികമായ പ്രതിസന്ധികളാൽ പരിശീലനം ലഭിക്കാത്ത കുട്ടികളെ സമിതി കണ്ടെത്തുന്നു. ആദിശ്രീ പറഞ്ഞത് വെച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. പ്രതിഭകളായിരുന്നിട്ടും സാമ്പത്തികമായ പ്രതിസന്ധികളാൽ പരിശീലനം ലഭിക്കാത്ത കുട്ടികൾ, ഇത് നമ്മുടെ വിദ്യാലയത്തിലെ മാത്രം പ്രശ്നമാണോ? അല്ല, ഇത് എല്ലാ വിദ്യാലയത്തിനും പ്രശ്നമാണ്. ഇതിനുള്ള ഒരു പരിഹാര മാർഗമാണ് നഗരസഭ കലാകായിക പരിശീലന കേന്ദ്രം. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി 2 ഘട്ടങ്ങളാണുള്ളത്. ഘട്ടം 1 സ്കൂൾ സമിതി കണ്ടെത്തിയ പ്രതിഭകൾക്ക് പരിശീലനത്തിനായുള്ള ഒരു പൊതു കേന്ദ്രം നഗരസഭയുടെ കീഴിൽ രൂപീകരിക്കണം. ഗോത്രകലാ കായിക മേഖലകളിലെ പരിശീലനത്തിനും അവസരം ലഭിക്കണം. വിവിധ മേഖലകളിൽ വിദഗ്ധരായ പരിശീലകരെ നിയമിക്കണം. പരിശീലനം നേടിയ കുട്ടികളുടെയും വിദ്യാലയ സമിതിയുടെയും നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ അനുഗുണമായ കുട്ടികളുടെ ടീമുകൾ രൂപീകരിക്കണം. ഉദാഹരണമായി ചെണ്ട ടീം, ഹാൻഡ്ബോൾ ടീം, മ്യൂസിക് ട്രൂപ്പ്, സ്കൂൾ ബാൻഡ്സ് മുതലായവ. വിദ്യാലയത്തിൽ രൂപീകരിച്ച കലാസംഘങ്ങൾ നഗരസഭയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഘട്ടം 2 രജിസ്റ്റർ ചെയ്ത കലാസംഘങ്ങളെ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളെ കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിക്കണം. രജിസ്റ്റർ ചെയ്ത കായിക ടീമുകളെ ഉൾപ്പെടുത്തി ഇന്റർ മുനിസിപ്പാലിറ്റി സ്പോർട്സ് ടൂർണമെന്റ് സംഘടിപ്പിക്കണം. എന്റെ കൂട്ടുകാർ അവതരിപ്പിച്ച പ്രൊജക്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?
നോക്കൂ, ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഇത്രയും അധികം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. കൺക്ലൂഷൻ. കോവിഡ് കാലത്ത് കുട്ടികൾ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു. കുട്ടികൾ നേരിട്ട മാനസിക പ്രയാസങ്ങളിൽ നിന്ന് അവരെ മോചിതരാക്കാനുള്ള മാർഗം കലാകായിക രംഗത്തെ പ്രവർത്തനങ്ങൾ സജീവമാക്കലാണ്. വിദ്യാലയ കലാകായിക സമിതിയുടെ രൂപീകരണം വിദ്യാലയത്തിലെ കലാകായിക രംഗത്തെ പ്രവർത്തനങ്ങൾ സജീവമാക്കും. നഗരസഭ കലാകായിക പരിശീലന കേന്ദ്രം കുട്ടികളുടെ കലാകായിക അഭിരുചികൾക്ക് തണലായി മാറും. കോവിഡ് കാലത്തെ കുട്ടികളുടെ പ്രശ്നമാണ് നാം തുടങ്ങിയതെങ്കിലും സംസ്ഥാനത്തിൽ തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന വലിയൊരു സാംസ്കാരിക മുന്നേറ്റമായിരിക്കും ഈ പ്രൊജക്ട് നടപ്പിലാക്കുന്നതിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. ഞങ്ങളെ ശ്രമിച്ച ഏവർക്കും നന്ദി. കുഞ്ഞുമക്കളുടെ ഒരു വളരെ ആവേശമായ കുട്ടികളുടെ ഒരു പ്രകടനം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോ അധ്യാപകർക്കും കിട്ടുന്ന ഒരു വലിയ അവാർഡാണ് ഈ കുഞ്ഞുങ്ങളുടെ പ്രസന്റേഷൻ. അത്ര നന്നായിട്ടായിരുന്നു കുട്ടികൾ പ്രസന്റ് ചെയ്തത്. എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ. ആദ്യമേ തന്നെ കുട്ടികൾക്ക് അവരെ നേതൃത്വം കൊടുത്ത അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. ആവേശകരമായിരുന്നു. പ്രത്യേകിച്ച് വളരെ ഇന്നോവേറ്റീവായിട്ട് കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ച ഒരു പ്രോജക്റ്റ് തന്നെ അവർ സെലക്ട് ചെയ്തു. വളരെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കുവാൻ ഏറ്റവും നല്ല മാർഗം സർവേ നടത്തുക. ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു സർവേയിലൂടെ അവരുടെ ക്രിയേറ്റീവായ ചിന്തകളും അന്വേഷണാത്മകതയും അങ്ങനെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ആശയവും ഒക്കെ കുട്ടികൾക്ക് കിട്ടിയാണ്. തീർച്ചയായിട്ടും ഇതിലെ ആവേശം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കൂടാതെ ആ പ്രോജക്റ്റിന്റെ വിവിധ വശങ്ങളൊക്കെ എന്തുകൊണ്ട് ഈ പ്രോജക്റ്റ് നമുക്കങ്ങനെ സ്വീകരിച്ചുകൂടാ, നടപ്പിലാക്കാൻ നിങ്ങളുടെ കുട്ടികൾ അത് നടപ്പിലാക്കാൻ ആ സ്കൂൾ മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകം അഭിനന്ദനം. എന്തായാലും അടുത്ത കാലങ്ങളിലുള്ള എല്ലാ റിസർച്ചും ഫോക്കസ് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ലത് കല കായിക വിദ്യാഭ്യാസത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയും അതിലൂടെ ഇത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയൊക്കെ ആവിഷ്കരിച്ചപ്പോൾ ആ സന്തോഷം തോന്നി. മെന്റലി ഫിസിക്കലി ചാലഞ്ചഡായ കുട്ടികളെ അതിൽ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ട്രൈബൽ കുട്ടികളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നു. അങ്ങനെ സമഗ്രമായി പ്രോജക്റ്റില് എല്ലാവിധ അഭിനന്ദനങ്ങളും. കുട്ടികൾ ഒന്നിനൊന്ന് എല്ലാ കുട്ടികളും മിടുക്കികളായിരുന്നു. നിങ്ങളുടെ എനർജി ലെവൽ നാളത്തെ മുനിസിപ്പാലിറ്റിക്ക് അഭിമാനിക്കാം. ഇവരാണ് ഇനി അങ്ങോട്ടേക്ക് ഈ സംവിധാനങ്ങളുടെ ഒക്കെ തലപ്പത്തേക്ക് വരേണ്ട കുട്ടികളാണ്. നമുക്ക് അഭിമാനത്തോടു കൂടി നിങ്ങളുടെ പ്രോജക്റ്റിനെ സ്വീകരിക്കുന്നു. താങ്ക് യു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ ഏവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഞങ്ങളെ ആദ്യം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആൻമരിയ. ഞാൻ അസംഷൻ AMP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ നേഹ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ മുഹമ്മദ് മുഹസിൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ആദിത്യൻ PC. ഞാൻ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഋതുലക്ഷ്മി പ്രവീൺ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച് പഠനവിടവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സ്കൂൾ വിഭാവനം ചെയ്ത ഒരു സ്വപ്ന പദ്ധതിയാണ് ഒപ്പം. രസകരമായ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ പഠന പിന്നോക്കാവസ്ഥ നേരിടുന്ന ഞങ്ങളുടെ സഹപാഠികളെ അവരുടെ വിവിധങ്ങളായ കഴിവുകളെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിച്ച് ഒപ്പം നിർത്തുകയും എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അധ്യാപകരും സ്റ്റുഡന്റ് മെന്റേഴ്സുമാരും ഒരുമിച്ച് തയ്യാറാക്കിയ മൊഡ്യൂളുകൾ പ്രകാരമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒപ്പം പദ്ധതിയിൽ തന്നെ വരുന്ന വേറൊരു പ്രവർത്തനമാണ് ഗോത്ര വിഭാഗം കുട്ടികളെ സ്കൂളിനോട് കൂടുതൽ അടുപ്പിച്ചു നിർത്തുന്നതിനും അവരുടെ തനത് കളികൾ, നാടൻപാട്ട്, തനത് വാദ്യോപകരണങ്ങൾ എന്നിവയിൽ പരിശീലനം നൽകുന്നതിനും അവതരിപ്പിക്കുന്നതിനും തിരഞ്ഞെടുത്ത രക്ഷിതാക്കളുടെയും മെന്റർ ടീച്ചർമാരുടെയും സഹകരണത്തോടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം പദ്ധതിയുടെ മറ്റൊരു വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള രക്ഷിതാക്കളുടെ സഹായത്തോടെ കല, കായികം, ചിത്രരചന, പ്രവൃത്തി പരിചയം എന്നീ മേഖലകളിൽ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നതിനും സ്കൂൾ ഒരു പാഠപുസ്തകം പദ്ധതി നടപ്പിലാക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കലാമേഖലയിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായി
സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപാധി എന്ന നിലയിൽ സ്കൂൾ റേഡിയോ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്തതായി ക്ലീൻ ആൻഡ് ക്ലീൻ ക്യാമ്പസ്. ഹരിത കേരളം പദ്ധതിയോട് അനുബന്ധിച്ച് ക്ലീൻ ആൻഡ് ഗ്രീൻ ക്യാമ്പസ് പദ്ധതി ഞങ്ങളും ആവിഷ്കരിക്കുന്നുണ്ട്. കോവിഡ് കാലമാണെങ്കിലും എല്ലാ കുട്ടികളെയും സ്കൂളിൽ എത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരി നഗരസഭയിൽ ഒരുമിച്ചിരിക്കുക സ്റ്റുഡന്റ് കൗൺസിൽ 2022 ഞങ്ങളുടെ ഈ ചെറിയ പ്രൊജക്ട് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ ഉണർവോടുകൂടി തന്നെയാണ് ഒപ്പം എന്ന ഈ പ്രൊജക്ട് ഈ വിദ്യാലയം അവതരിപ്പിച്ചത്. പങ്കെടുത്ത 5 മക്കൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വേറെ ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിൽ തോന്നിയ ഒരു കാര്യം, ഞങ്ങൾ പങ്കുവയ്ക്കപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, എല്ലാ മക്കൾക്കും ഒരേപോലെ ഒരു റോള് ഇതിലുണ്ടാകേണ്ടതായിരുന്നു എന്ന് തോന്നി. പിന്നെ നിങ്ങൾ പ്രതിദാനം ചെയ്ത, റിപ്പോർട്ട് ചെയ്യപ്പെട്ട, നിങ്ങൾ നിർദ്ദേശിച്ച ആശയങ്ങൾ വളരെ നല്ല ആശയങ്ങൾ തന്നെയാണ്. ഒന്ന്, സ്കൂൾ ഒരു പാഠപുസ്തകം എന്ന് പറയുന്ന ആശയം. പിന്നെ അതുപോലെ തന്നെ ഗോത്ര വിഭാഗത്തെ എങ്ങനെ സ്കൂൾ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം, നമുക്ക് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികളുള്ള ജില്ലയാണ് നമ്മുടെ. അപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ടോപ്പിക്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ കാലിക പ്രസക്തിയുള്ളതാണ്. അവരുടെ നാടൻ പാട്ട്, വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ എങ്ങനെ ഗോത്ര സൗഹൃദ വിദ്യാലയങ്ങളാക്കി നമ്മുടെ വിദ്യാലയത്തെയും മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വിദ്യാലയങ്ങളെ മാറ്റാമെന്ന് സൂചനകളാണ് നിങ്ങൾ അതിലൂടെ പറഞ്ഞു വെച്ചത്. ക്ലീൻ ആൻഡ് ഗ്രീൻ ക്യാമ്പസും നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ കൂടുതൽ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഒരു നിർദ്ദേശം എനിക്ക് തോന്നിയത്, കുറച്ചുകൂടി ആശയങ്ങൾ നിങ്ങൾ ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. കഴിവുള്ള മക്കളാണ്. കൂടുതൽ ആശയങ്ങൾ, നിങ്ങൾ കുറച്ച് കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിന് ഇതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇനിയും ഇതൊരു മത്സരമൊന്നുമായിട്ട് നിങ്ങൾ കരുതരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ വിദ്യാലയത്തിലെ നിങ്ങളുടെ കൂട്ടുകാരുമായി ചേർന്നുകൊണ്ട് നഗരസഭയ്ക്ക് ഇനിയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ അധ്യാപകരുമായി ചേർന്ന് നിങ്ങളുടെ വിദ്യാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ ആശയങ്ങൾ, നിർദ്ദേശങ്ങൾ കൊടുക്കുവാനായിട്ട് സാധിക്കും. അത് മുനിസിപ്പാലിറ്റി ഏത് സമയത്തും സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സമയപരിമിതി കൊണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ ഒരുങ്ങുവാനായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അത് നിങ്ങൾ കണക്കിലെടുക്കുകയും വേണ്ട. വരും ദിവസങ്ങളിൽ നിങ്ങൾ ഇതൊരു മത്സരത്തിനല്ല, നിങ്ങൾ ഇത് പ്രായോഗികമായിട്ട് ബത്തേരി നഗരസഭ കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനം നടത്താനുള്ള നഗരസഭ എന്ന രീതിയിൽ അസംപ്ഷൻ സ്കൂൾ, ഞാൻ യൂണിഫോം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്, അസംപ്ഷൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുവാൻ വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ട്, സമയമുണ്ട്. നഗരസഭ ഏത് സമയവും നിങ്ങൾ ഇത് സ്വീകരിക്കുന്നതാണ്. ഓക്കെ, ഗുഡ്.